ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. രാവിലെ 7 മണി വരെ 26,970 തീർത്ഥാടകർ സന്നിധാനത്തെത്തി. മണ്ഡലകാലം തുടങ്ങിയ ശേഷം ഇതുവരെ 13,92,335 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ട പുല്ലുമേട് വഴിയുള്ള പാതയും പരമ്പരാഗത കാനനപാതയും ഇന്ന് തുറക്കും. CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, കഴിഞ്ഞ 2 ദിവസമായുള്ള പ്രശ്നം ഈ മഴയായിരുന്നു. ഒപ്പം കാനനപാത വഴി പുറപ്പെട്ട ഒരുപാട് പേർക്കൊരു ആത്മസാഫല്യമാണല്ലോ കാനനപാത വഴി ദർശനം നടത്തി മടങ്ങുക എന്നുള്ളത്. അതിന് സാധിക്കാതിരുന്ന ഒരുപാട് ഭക്തരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇന്ന് അതിന് സാധിക്കുമെന്നത് പ്രധാനമാണ്. ഒപ്പം കാലാവസ്ഥയും അനുയോജ്യമാണല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. തീർത്ഥാടകർക്കെല്ലാം സുഗമമായി ദർശനം നടത്താൻ കഴിയുന്ന സാഹചര്യം. മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയില്ല. നടപ്പന്തലിൽ മുതൽ മാത്രമാണ് നിയന്ത്രണങ്ങളുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറയുന്നത് പോലെ മുൻപൊക്കെ 80,000-ഓളം പേർ വരുമ്പോഴേക്കും പലയിടങ്ങളിലായി ആളുകൾ കുടുങ്ങിക്കിടക്കുകയും അവർക്ക് പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയും അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇക്കുറി അതിലൊക്കെ വലിയ മാറ്റമാണ് ഉണ്ടായത്. ഇത്രയും പേർ വന്നിട്ട് പോലും നമുക്ക് ഇവിടെ നിന്നും ഒരു ആളുകളുടെ പരാതി വരുന്നില്ല എന്നുള്ളതാണ്. സുഗമമായിട്ടെല്ലാം മുന്നോട്ട് പോകുന്നു. നടപ്പന്തൽ വരേക്ക് ആളുകൾക്ക് വലിയ തടസ്സമില്ലാതെ എത്തിച്ചേരാൻ കഴിയും. നടപ്പന്തലിൽ സ്വാഭാവികമായിട്ടും കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തീർത്ഥാടകർക്കെല്ലാം തന്നെ അറിയാം. അങ്ങനെ ആ നടപ്പന്തലിൽ മാത്രമാണ് ഏറെ സമയം കാത്തു നിൽക്കേണ്ട ഒരവസ്ഥയുള്ളത്. അപ്പോൾ പോലീസിന്റെ സംവിധാനങ്ങളാണെങ്കിലും ദേവസ്വം ബോർഡിന്റെ സംവിധാനങ്ങളാണെങ്കിലും എല്ലാ തീർത്ഥാടകർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ഒരുക്കി നൽകുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതുതന്നെയാണ് ഈ തീർത്ഥാടനകാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നത്. തിരക്ക് നിയന്ത്രണ വിധേയമായിട്ട് തുടരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും ഈ ഒരുക്കങ്ങളിലും കാര്യങ്ങൾ നടത്തിപ്പിലുമുള്ള നേരത്തെ തന്നെയുള്ള തീരുമാനങ്ങളും അതിലെ നടത്തിപ്പുമാണ്. അപ്പോൾ തീർത്ഥാടനകാലം സുഗമമായി മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കാണാം, തെളിഞ്ഞ അന്തരീക്ഷമാണ്. തീർത്ഥാടകരായിട്ട് ധാരാളം പേര് എത്തിച്ചേരുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമായ കണക്ക് പ്രകാരം 26,000-ലധികം പേര് ഇതിനോടകം തന്നെ സന്നിധാനത്തേക്ക് ഈ ഒരു സമയം കൊണ്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 3,000-നും 4,000-നും ഇടയിൽ തീർത്ഥാടകർ മണിക്കൂറിൽ 18-ാം പടി കയറുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അടച്ചിട്ട കാനനപാതയും അതുപോലെ തന്നെ പുല്ലുമേട് പാതയും ഇന്ന് തുറന്നു കൊടുക്കും. 10 മണിക്ക് ശേഷമായിരിക്കും തീർത്ഥാടകർക്ക് അതുവഴി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വഴി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആളുകളെ കടത്തിവിടാൻ അനുവദിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, ചോറൂണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മോശം കാലാവസ്ഥ കാരണം കുട്ടികളുമായിട്ടൊന്നും വരാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ നിരവധി ചോറൂൺ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് തന്നെ 8-ാമത്തെയോ 9-ാമത്തെയോ ആണ് ഈ ഒരു ചോറൂണ്. ചെറിയ കുട്ടികൾ മുതൽ 6-7 വയസ്സായ കുട്ടികളെ വരെ ചോറൂണ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസം തന്നെയാണ്. വിശ്വാസികൾ ചോറൂണ് ശബരിമലയിൽ നടത്തിക്കൊള്ളാമെന്ന് നേരുകയും പിന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വരാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരൊക്കെയാണ് 7 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ചോറൂണ് നൽകുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് ചോറൂണൊന്നും നടത്താൻ കഴിയാത്ത ആളുകൾ അത്രയും ഈ മോശം കാലാവസ്ഥ കാരണം എത്താത്തൊരു സാഹചര്യമാണ്. ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കാലാവസ്ഥയും സുരക്ഷിതമായൊരു സാഹചര്യവും വേണമല്ലോ. അപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ കൂടുതൽ കുട്ടികളെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സന്നിധാനത്തേക്ക് എന്നുകൂടി കാണിക്കുവാനാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്നാണെങ്കിലും സുഗമമായ ഒരു തീർത്ഥാടന കാലമാണ് സന്നിധാനത്ത് ഇപ്പോൾ മണ്ഡലം പകുതിയാകുമ്പോൾ പിന്നിടുന്നത്. ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് കൂടാതെ എത്തിച്ചേരാൻ കഴിയുന്നു. ദർശനം നടത്തി തിരിച്ചു പോകാൻ കഴിയുന്നു. പോലീസിന്റെ ഭാഗത്താണെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്താണെങ്കിലും തീർത്ഥാടകർക്ക് സഹായകമാകുന്ന നിലപാടുകൾ, സൗകര്യങ്ങൾ ഒരുക്കുന്നു. ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, സ്വാഭാവികമായിട്ടും അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നു ഈ തീർത്ഥാടനകാലം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കഴിഞ്ഞ വർഷങ്ങളെ പോലൊന്നും യാതൊരു പരാതിയുമില്ല. സുഗമമായ തീർത്ഥാടന കാലം, ഇങ്ങനെയും ശബരിമല തീർത്ഥാടന കാലം കൊണ്ടുപോകാം എന്ന് തെളിയിക്കുകയാണ് ഈ വർഷം. അനുമോദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. എന്താണ് ശബരിമലയിൽ